ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷിംഗ് ക്രൈസ് ഓഫ് വില്ലേജിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാസ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുള്ളത്. നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം എന്ത് കിട്ടുമെന്നുള്ള വീഡിയോയിൽ കാണാം. വെൽക്കം ഗൈസ്. ഷിമാനോ സെഡോണാണ് നമ്മുടെ കയ്യിരിക്കുന്നത്. ഡൈവേയുടെ ഫാൻറ്റം ക്യാറ്റ് ഫിഷ്. നമ്മളിന്ന് ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് ലൈവ് കൊഞ്ചാണ്. ലൈവ് കൊഞ്ചെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്, പൊളി റിസൾട്ടാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇത് ആക്ടിവിറ്റീസ് കൂടുതലുള്ള ഭാഗത്തോട്ട് നോക്കി നമ്മൾ ലൈവ് കൊഞ്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ പടയെന്ന് പറഞ്ഞ് ചെമ്പല്ലി അല്ലെങ്കിൽ അമൂറ് അഴുവ ഇതെല്ലാം അടിക്കും. നമ്മളെന്തായാലും ഫസ്റ്റ് കൊരുത്ത് എറിയാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ എറിഞ്ഞ് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു വെയിറ്റ് ചെയ്യേണ്ട സമയം വന്നിട്ടില്ല, അധികം വെയിറ്റ് ചെയ്യേണ്ട സമയം വന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശം മണി 7:30 7:45 മോർണിംഗ്. എന്തായാലും നമുക്ക് ശകല നേരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടി. അത് നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട്, തിരിച്ച് റിട്ടേൺ നല്ല രീതിക്ക് ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഫൈറ്റ് കണ്ടിച്ച് എന്തായാലും ചെമ്പല്ലി ആകാനാണ് കൂടുതൽ സാധ്യത. നോക്കട്ടെ എന്താണെന്നുള്ളത്. അടുത്തെത്താറായിട്ടുണ്ട്. കല്ലിലൊക്കെ ഉടക്കാതെ മാക്സിമം എടുക്കണം. അതേ ഒരു അത്യാവശ്യം ഒരു 100-300 ഗ്രാം വരുന്നത് ചെമ്പല്ലിയാണ് നമുക്ക് അടിച്ചിരിക്കുന്നത്. ഈ സൈസാണ് ഇപ്പോൾ കൂടുതൽ കിട്ടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇറക്കം നോക്കിയാണ് നമ്മൾ ഈ ചൂണ്ടയിടുന്നത്. നമുക്ക് ഈ സമയത്തൊക്കെ ഇതേ കിട്ടാറുള്ളൂ. ലക്കിനാണ് ചിലപ്പോൾ വലുതായി കിട്ടുന്നത്. നമുക്ക് നല്ല രീതിക്ക് മീൻ അടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നൈറ്റോ അല്ലെങ്കിൽ നമ്മൾ മോർണിംഗോ പോകേണ്ടി വരും. നമുക്കതിനുള്ള ടൈം കിട്ടാറില്ല. കാരണം വെച്ചാൽ നമ്മളൊരു വീഡിയോ ഒപ്പിക്കുന്ന പാട് തന്നെ നമുക്ക് നല്ലൊരു കഷ്ടപ്പാടാണ്. കാരണം വെച്ചാൽ നമ്മൾ പുതിയൊരു ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ടൈം പൊതുവെ വളരെ കുറവാണ്. എന്തായാലും നമുക്ക് ജോലിയും വേണം, നമ്മുടെ ഫിഷിങ്ങും വേണം. ഫിഷിങ് നമ്മുടെ ഉയിരാണ്. വയൽ വിട്ട ഒരു കളിയില്ല നമുക്ക്. എന്തായാലും നമ്മൾ അടുത്ത കൊരുത്തടിച്ചുകൊണ്ട് അടുത്ത കൊരുത്തിട്ടപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ഒരു അഴുവക്കുട്ടനെയാണ്, അതായത് ഹമൂർ എന്ന് പറയുന്നത് മോൺസ്റ്റർ. നമുക്ക് എന്തായാലും കിട്ടിയത് കുഴപ്പമില്ല, അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. കാരണം വെച്ചാൽ നമുക്കൊരു കൊഞ്ചിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് കളയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിനെ എടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു 100-300 ഗ്രാം വരുന്ന മീനിനെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മളെല്ലാം എടുത്തിരിക്കും. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സുകളും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതിൻ്റെ ഒരു ഹൂക്കപ്പ് കൊടുക്കുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്കത് ഇതുവരെ മൊത്തമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും എന്നാൽ അത്യാവശ്യം നമുക്ക് മീൻ മിസ്സാവാത്ത രീതിയിൽ ഹൂക്കപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവിടെ തഴക്കവും പഴക്കവും ചെന്ന ആശാന്മാരെ കണ്ടുപഠിച്ചിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചേർന്ന് അടിക്കുന്നതൊക്കെയല്ല ഒരിക്കലും നമ്മൾ ഈ ചെമ്പല്ലി അടിക്കുന്നത്. ഭയങ്കര ഡിഫറൻ്റാണ്. പിന്നെ ഫൈറ്റും അതേപോലെ അന്യായമാണ്, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ അടുത്തന്നെ ഇതാ തൂക്കി കയറ്റുന്നുണ്ട്. അടുത്ത ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ സൈസ് ചെമ്പല്ലിയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 100-300 ഗ്രാം വരത്തക്ക രീതിയിൽ. എന്തായാലും ഇന്ന് ചെറുക്കന് ചെമ്പല്ലി എന്തായാലും പൊരിച്ചു കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഈ ഫിഷിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രൈക്ക് കിട്ടുന്ന സമയത്ത് പടപടാ നമ്മൾ കൊരുത്തിട്ടുകൊണ്ടിരിക്കണം. അധികം ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂട്ടത്തോടെ വന്നിട്ട് ഇറങ്ങിപ്പോകുന്നൊരു മീനാണ് ഈ ചെമ്പല്ലിയും അഴുവയെല്ലാം. കാരണം വെച്ചാൽ ചെറിയ ടൈപ്പുകളല്ല, വലിയ ടൈപ്പുകളാണെങ്കിൽ നമുക്ക് കല്ലിടയിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല. നമ്മൾ ഈ ഇടയ്ക്ക് ഒരു നല്ലൊരു ഫൈറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം ഒരു ഹമൂറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. പക്ഷേ ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. എന്തായാലും അത് കിട്ടിയിട്ടില്ല, പോയി. എന്തായാലും വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട്. ഭയങ്കര വിഷമമാകുന്നുണ്ട്. കാരണം നമ്മൾ അത്രയും ഫൈറ്റ് ചെയ്തതാണ്. എന്തായാലും നമ്മൾ അടുത്ത കൊടുത്തിട്ട് അടുത്ത വീണ്ടും അടിച്ചിട്ടുണ്ട് ചെമ്പല്ലി. നമുക്ക് അധികം ടൈം നിൽക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം ഈ ടൈപ്പ് തന്നെയാണ് കിട്ടുന്നത്. എന്തായാലും നമുക്കിന്ന് വന്നതിലേക്ക് നഷ്ടമില്ല. സംഭവം ഇത് ഈ ലൈവ് കൊഞ്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും മോട്ടറും കൂടെ കൊണ്ടുവരിക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിക്കടി മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ വെള്ളം ചൂടെടുത്ത് ഓക്സിജനും ഇല്ല എന്നുണ്ടെങ്കിൽ കൊഞ്ചുകളെല്ലാം പെട്ടെന്ന് ചത്തുവും. കൊഞ്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഈ തേട് അങ്ങനെയുള്ള മീനുകളെ അടിക്കാറുള്ളൂ. റിസൾട്ട് ലൈവ് കൊഞ്ചിനാണ്. അപ്പോൾ നമ്മൾ ചെമ്പല്ലിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈവ് കൊഞ്ച് കൊണ്ടുവരിക. മറ്റൊരു വീഡിയോ കാണുന്നത് വരയ്ക്കും ബൈ ഗൈസ്.